നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ വിശ്വാസ വർഷത്തിൽ നമ്മുടെ ജീവിതങ്ങളെ വിശ്വാസ അഭിഷേകത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കൊണ്ടുപോകാൻ സാത്താൻ പ്രയോഗിക്കുന്ന ചില കുതന്ത്രങ്ങളെക്കുറിച്ചാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ സാത്താന്യ കൗശലങ്ങളെക്കുറിച്ച് ജാഗരൂകരായിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവിൻ്റെ ഒരു വഴിയൊരുക്കിയിട്ടുണ്ട്. അതാണ് 2 ദിനവൃത്താന്തം 20:20 നാം വായിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതരായിരിക്കണം. ഇതിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ, ദൈവത്തിൻ്റെ ദാസന്മാരുടെ ഇടപെടലുകൾ. വേറൊരു വാക്കി പറഞ്ഞാൽ ദൈവം അയച്ചിട്ടുള്ള വൈദികരെ നാം വിശ്വസിക്കണം, അവരുടെ വാക്കുകളെ നാം ശ്രദ്ധിക്കണം. അതിന് നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം കൊണ്ടുവരാൻ കഴിവുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം കൊണ്ടുവരാൻ കഴിവുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരാൻ കഴിവുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ കഴിവുണ്ട്. അത് സ്വർഗരാജ്യത്തിൻ്റെ ശക്തിവിശേഷം നിറഞ്ഞ വാക്കുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അനുഷ, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. 5 വർഷത്തോളമായിട്ട് എനിക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിൽ ഒരുപാട് സിസ്റ്റ് ഉണ്ട്, നല്ല ഹൈ കണ്ടീഷനാണ്, അങ്ങനെ പെട്ടെന്ന് പോവില്ല, മരുന്നെടുക്കാം, നോക്കാം, മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷത്തോളം മരുന്നെടുത്തു, വലിയ കുറവൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഹോസ്റ്റലിൽ മിക്ക ദിവസവും അഭിഷേകാഗ്നി പ്രോഗ്രാം കാണും. അത് അനേക ഹോസ്റ്റലിലും അനേക സ്ഥാപനങ്ങളിലും ആ മേലധികാരികൾ ചെയ്തൊരു വലിയൊരു കാര്യമാണ്. അവിടെയുള്ള എല്ലാവർക്കും അഭിഷേകാഗ്നി കാണാൻ എല്ലാ ഞായറാഴ്ച 8:30 അങ്ങോട്ട് ഇത് തുറന്നു കൊടുക്കും. ടൈം ടേബിൾ അതനുസരിച്ച് ക്രമീകരിക്കും. അപ്പോൾ ഇവരുടെ ഹോസ്റ്റലിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി കാണാനുള്ള ആ സാധ്യത മേലധികാരികൾ ക്രമീകരിച്ചു കൊടുത്തു. എന്നിട്ട് കുട്ടി അതിലിരുന്ന് കണ്ട് പറ അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 16-ാം തീയതി വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അത് കാണണം എന്ന്. അങ്ങനെ അന്ന് ഞാനും അമ്മയും കൂടെ കാണാൻ നേരത്തെ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു മാറാൻ വേണ്ടിയിട്ട്. ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ടുപേരും. അപ്പം അച്ഛൻ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ പറഞ്ഞു, ഉദരരോഗമുള്ള ഒരാളുടെ അസ്വസ്ഥത ദൈവം എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് പ്രാർത്ഥിച്ചു, അത് ഞാൻ തന്നെ ആവണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിനെനിക്കൊരു അടയാളം, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു അത് എനിക്ക് തന്നെയാണ്, പക്ഷെ എനിക്കൊരു അടയാളം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് രാത്രി കിടന്നപ്പം എനിക്ക് സാധാരണ രാത്രിയിൽ കിടക്കുമ്പോൾ അസ്വസ്ഥത ഒന്നും ഉണ്ടാവാറില്ല, പക്ഷെ ഒരു കാരണവും ഇല്ലാണ്ട് അസ്വസ്ഥത, പക്ഷെ ക്ഷീണങ്ങളൊന്നുമില്ല, അങ്ങനെ അസ്വസ്ഥത മാത്രമായി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് സ്കാനിങ്ങിന് പോകേണ്ട ദിവസം. അപ്പോൾ സ്കാനിങ്ങിന് പോയപ്പം സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു, ഒരു സിസ്റ്റ് പോലും ഇല്ല, ഒരെണ്ണം പോലും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എന്ന് ഡോക്ടർ സ്കാനിങ് നടത്തി റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്ത്. ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നോക്ക്, ഇതുപോലെ പ്രകടമായി ഈശോ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന്റെ കണ്ണുനീരിൽ ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ നമ്മൾ പങ്കുചേരുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി അനേക രാജ്യങ്ങളിലിരുന്ന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഈ സമയം നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ആയിരം സിസ്റ്റേഴ്സ്, ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ് കോൺവെൻറ്റുകളിലിരുന്ന്, സ്ഥാപനങ്ങളിലിരുന്ന്, ഗ്രൂപ്പായി, ടീമായിരുന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സമയമാണിത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി ഹോസ്റ്റലുകളിലും സ്ഥാപനങ്ങളിലും ഓർഫനേജുകളിലുമായി ഇതാ ഈ സമയം ഈ ആരാധന പങ്കുചേരുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുപ്പുകൂടാതെ ആരാധിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഓ ശക്തിയുടെ അഭിഷേകം, ഓ പവർ, ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ, ഓ ഉന്നത ശക്തിയേ, വലിയ കൃപ, പവർ, കരങ്ങൾ അടിച്ച് അഭിഷേകം ദാസരിലേഖനമേ. ഓ വലിയ ശക്തി, സ്വർഗത്തിലെ ഉന്നത അഭിഷേകം ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കുന്നു. നന്നായി കൈയടിച്ച് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് കുടുംബമായി കർത്താവിനെ ആരാധിക്കുന്നു. ഏലിയായിൽ നിറഞ്ഞവനേ, എലീശായിൽ കവിഞ്ഞവനേ, അത്ഭുത ശക്തി, നിറഞ്ഞവനേ, അത്ഭുത കൃപ, എലീശായിൽ കവിഞ്ഞവനേ, ഗ്ലോറി, വാഗ്ദാനം ചൈതന്യമേ, അഭിഷേകം ചെയ്തീരനേ, സ്വർഗീയ വാഗ്ദാനം ചൈതന്യമേ, അഭിഷേകം ചെയ്തീരനേ. കരങ്ങൾ ഉയർത്തിയടിച്ച് അഭിഷേകം, ശക്തി, അഗ്നിയിലഭിഷേകം, വിശുദ്ധി അഭിഷേകം, ദാസരിലേഖനമേ, ശക്തിയിലഭിഷേകം, ഓ പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് കൃപ നിറയ്ക്കണമേ, സ്ഥാപനങ്ങളിലേക്ക് കൃപ നിറയ്ക്കണമേ, അഗ്നി അഭിഷേകം നിറയ്ക്കണമേ. ആരാധന, 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 ഗ്ലോറി, 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 ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, സമൂഹത്തോട് സ്തുതിക്കുന്നു. ഓ രാജാവേ, ഓ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നിറയണമേ, ഇപ്പോൾ നിറയണമേ. ഭാഷാവരങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിപ്പിന്റെ കൃപകൾ ഉപയോഗിക്കുന്നു, മടുകൂടാതെ സ്തുതിക്കുന്നു. ഓ മൂടത മാറട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, ആഗ്രഹങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ, എല്ലാ അന്ധകാര കോട്ടകൾ തകരട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, അവിശ്വാസങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. രോഗികളായി കിടക്കുന്നവരെ ഇപ്പോൾ തൊടണമേ കർത്താവേ. വലിയ മനപ്രയാസങ്ങളോടെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ മക്കളെ അവിടുന്ന് സ്പർശിച്ച് സൗഖ്യം നൽകണമേ ദൈവമേ. കണ്ണുനീരോടെ പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരിപ്പോൾ അവിടുന്ന് കൈകൾ നീട്ടി തൊടണമേ കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കാതെ പോകരുത് കർത്താവേ, ഇടപെടാതെ അവിടുന്ന് പോകരുത് കർത്താവേ. ഓരോ മകനെയും മകളെയും സന്ദർശിക്കണമേ യേശുവേ. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശാന്തമായി സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു മേഖലയാണ് പൗരോഹിത്യത്തിലുള്ള വിശ്വാസം. നമ്മളെ ദൈവത്തിൽ നിന്നും, ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നും, വിശുദ്ധിയിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും ക്ഷയിപ്പിക്കാൻ സാത്താൻ ആഗ്രഹിക്കുമ്പോൾ സാത്താൻ നമ്മളെ ജീവിതത്തെ പുരോഹിതരുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി കളയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 31, 32 തിരുലിഖിതങ്ങൾ അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്:
ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വാസം ക്ഷയിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ദുഷ്ടാരൂപി ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾ അംഗീകരിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഓരോ വിശ്വാസിക്കും ഈ ഭൂമിയിൽ ലഭിച്ചിട്ടുള്ള ഉന്നതമായ ദാനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായൊരു ദാനമാണ് സ്വർഗത്തിൽ നിന്നും ദാനമായി ലഭിച്ചിട്ടുള്ള വിശ്വാസം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിശ്വാസം നമ്മൾ വിലമതിച്ച് അതിനെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുക്കണം. എന്നാൽ കൗശലം പ്രയോഗിച്ച് സാത്താൻ വന്നിട്ട് ദൈവത്തിൻ്റെ ഈ വിശ്വാസം നശിപ്പിക്കാൻ നമ്മളിൽ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കും. അതിലൊരു കുതന്ത്രമാണ് വൈദികരെ കുറിച്ച് നമുക്ക് മതിപ്പ് കുറയ്ക്കും. വൈദികരാണ് ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് വിശ്വാസം വിതയ്ക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷകർ, പ്രധാനപ്പെട്ട ഒരു ഗണം ശുശ്രൂഷകർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മറ്റൊരു ഗണം ശുശ്രൂഷകർ. അങ്ങനെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മളെ വളർത്താനും പരിശീലിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും നമ്മുടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിലുള്ള വിശ്വാസം കുറയ്ക്കും, ബഹുമാനപ്പെട്ട വൈദികരുടെ വിശ്വാസം കുറയ്ക്കും. അവരുടെ വാക്കുകളെ അവിശ്വസിക്കാൻ തോന്നും. ഇത് സാത്താൻ പ്രയോഗിക്കുന്ന ഒരു സാത്താന്യ പീഡയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു ദിവസം എൻ്റെ പ്രിയ സഹപ്രവർത്തകനായ സോജി ഓലിക്കലച്ചനോട് സംസാരിച്ചു. അപ്പോൾ സോജി ഓലിക്കലച്ചൻ പറയുകയാണ്, UK ചെന്ന ആദ്യ കാലങ്ങൾ, അപ്പോൾ അവിടെ അച്ഛന് പരിശുദ്ധാത്മ പ്രേരണ കൊടുത്തു. ഈ ജനത്തെ ഇവരായിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന്, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന്, മനസമാധാന അവസ്ഥയിൽ നിന്ന്, ഓരോ ജോലി തടസ്സങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇവരെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കണം, കുടുംബങ്ങൾ വെഞ്ചരിക്കണം. അങ്ങനെ വെഞ്ചരിക്കാൻ ഞാൻ വരുന്നുവെന്ന് ചില സ്ഥലത്ത് അച്ഛൻ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ചില ആളുകളിൽ ഈ ദുഷ്ടാത്മാവ് പ്രവർത്തിച്ച് അവർക്ക് തോന്നുകയാണ് ഇത് പൈസ പിരിക്കാൻ വേണ്ടിയായിരിക്കും വരണത്, ഇത് അച്ഛൻ്റെ പൈസ പിരിക്കാനുള്ള ഒരു പുതിയ അടവായിരിക്കും ഇത് ഈ വെഞ്ചരിക്കാൻ വരുന്നത്. ഇങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകളെല്ലാവരും അവരുടെ ഹൃദയത്തിൽ നല്ല ആളുകളാണ്. എന്നാൽ ഈ ആളുകൾ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ സാത്താൻ, കൗശലക്കാരനായ സാത്താൻ, അവൻ്റെ സാത്താന്യ കൗശലം ആളുകളുടെ മേൽ ചിന്താമണ്ഡലത്തിലേക്ക് വിതയ്ക്കുകയാണ്. ഇത് വേറൊരു വ്യക്തി ഒരു അനുഭവം എഴുതിയത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സൈജോ ഫിലിപ്പ്, ഭാര്യയുടെ പേര് ജാസ്മിൻ. ഞങ്ങൾ ഈ കത്ത് എഴുതുന്നത് അയർലൻഡിൽ നിന്നാണ്. എനിക്ക് എൻ്റെ 2 കാലിൻ്റെ ഇടയിലായിട്ട് പരു വരുമായിരുന്നു. ആദ്യം 2001 അത് വന്നത്. പിന്നെ 2008 മുതൽ അത് എല്ലാ 6 മാസം കൂടുമ്പോഴും വരാൻ തുടങ്ങി. അങ്ങനെ അത് അയർലൻഡിലും ഇന്ത്യയിലുമായി 2011 ജനുവരി വരെ ഞാൻ 13 തവണ ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്തു. അത് അനൽ പിസ്റ്റുലയായി മാറിക്കഴിഞ്ഞിരുന്നു. 2011 ജനുവരി മാസത്തെ സർജറിക്ക് ശേഷം ഞാൻ 6 മാസം ജോലിയിൽ പോകാതെ വീട്ടിലിരുന്നു. ആ സമയം കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് വഴി അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ കാണുവാൻ എൻ്റെ അമ്മയുടെ ചേടത്തി സിസ്റ്റർ ബർണബാസ് എന്നെ നിർബന്ധിച്ചു. ആദ്യം എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഒന്ന് കണ്ടേക്കാം എന്ന് തോന്നി. ആദ്യം അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ തട്ടിപ്പാണ്. അച്ഛന്മാർ കാശുണ്ടാക്കാൻ വേണ്ടി ഓരോരോ പരിപാടി തുടങ്ങുന്നതാണ് എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്ത വരാൻ തുടങ്ങി. ടി വിയിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടി കർത്താവ് അങ്ങ് ഇടപെടുമോ? ദൈവം അങ്ങനെയൊക്കെ ഇടപെടുന്ന ദൈവമാണോ? എൻ്റെ ചിന്തകളിൽ ഇങ്ങനെ കളകൾ സാത്താൻ വിതച്ചു. ആദ്യത്തെ പ്രാവശ്യം അഭിഷേകത്തിന് കണ്ടപ്പോൾ എന്തോ അതിനോടൊരു ഇഷ്ടം എനിക്ക് തോന്നി. പിന്നെ മിക്ക ദിവസങ്ങളിലും ആരും വരെ നിർബന്ധിക്കുന്നില്ലെങ്കിലും ഞാൻ കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റ് വഴി ഈ അഭിഷേകത്തിന് കാണാൻ തുടങ്ങി. അതിൻ്റെ അനുഗ്രഹം, അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. 2011 ഏപ്രിൽ 28 എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയതനുസരിച്ച് ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. എന്നാൽ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു.
എൻ്റെ പേര് എങ്ങനെ മാറിപ്പോയി? ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു. അതായത് എൻ്റെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് ബെഡില്ല. അപ്പോൾ ഡോക്ടർ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവർ എനിക്ക് അടുത്ത ഒരാഴ്ചയിലേക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. അതനുസരിച്ച് ഞാൻ ഡേ കെയർ യൂണിറ്റിൽ പോയി എന്നെ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു സർജറിയുടെ ആവശ്യമില്ല, രോഗം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതെന്ത് പറ്റി? ദൈവത്തിന് കോടാനുകോടി നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം പിന്നെ അത്ഭുതങ്ങൾ ചൊല്ലി. പിന്നെ ഈ ലെറ്റർ മുഴുവനും അതിനുശേഷം ഉണ്ടായ നിരവധി അത്ഭുതങ്ങൾ മാറി മാറി ഈ അഭിഷേകാഗ്നി വചനം കണ്ടപ്പോൾ ആ കുടുംബത്തിലേക്ക് വിതച്ച അത്ഭുതങ്ങൾ ഈ വ്യക്തി വർണ്ണിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി ഇന്ന് ഡെയിലി കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് വഴി അരമണിക്കൂർ അഭിഷേകാഗ്നി എപ്പിസോഡ് കണ്ടിട്ടേ മറ്റു കാര്യങ്ങൾക്ക് പോകും. അതേപോലെ കൃപയുടെയും വിശ്വാസത്തിൻ്റെ അഭിഷേകത്താൽ ജ്വലിച്ച് കുടുംബത്തിൽ നിന്ന് അനവധി കാലങ്ങളായുള്ള ബന്ധനങ്ങൾ തകർന്നു. വലിയ സൗഖ്യങ്ങളും വിടുതലുകളും കുടുംബത്തിലേക്ക് ഒഴുകി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ വലിയൊരു പ്രചാരകരനാണ് ഈ സൈജു എന്ന് പറയുന്ന കർത്താവിൻ്റെ ഈ ദാസൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആദ്യം സാത്താൻ വിതച്ച കളയെന്താണ്? ഇതൊക്കെ തട്ടിപ്പാണ്. കമ്പ്യൂട്ടറിലൂടെ കർത്താവ് ഇടപെടുമോ? ഇൻ്റർനെറ്റ് വഴി കർത്താവ് വരുമോ? നോക്ക്, ഓരോ തട്ടിപ്പ് ചിന്തകൾ കൊടുക്കുകയാണ് സാത്താൻ ഹൃദയത്തിലേക്ക്. വൈദികരിൽ നിന്നും ദൈവജനത്തിൻ്റെ മനസ്സിനെ അകറ്റിക്കളയുക, വൈദികരുടെ വാക്ക് വിശ്വസിക്കാതിരിക്കാൻ പ്രേരണ കൊടുക്കുക, വൈദികരോട് എതിർപ്പ് തോന്നിക്കുക, വൈദികരെ കാണുമ്പോൾ തന്നെ തട്ടിപ്പായിരിക്കും, കാശ് പിരിക്കാൻ വരുന്നതായിരിക്കും, ഇങ്ങനത്തെ ചിന്ത ഹൃദയത്തിലേക്ക് വിതയ്ക്കുക. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ശരിയല്ലായിരിക്കും, ശരിയല്ലാത്ത അച്ഛനായിരിക്കും, ഇങ്ങനത്തെ തോന്നൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു അച്ഛൻ്റെ കുറവോ ദുഃഖമോ പ്രയാസമോ വീഴ്ചയോ കണ്ടിട്ട് പിന്നെ ഏത് അച്ഛനെ കണ്ടാലും ഈ അച്ഛൻ ആ അച്ഛനെ പോലെ ആയിരിക്കും, ഇങ്ങനെ ചിന്തിപ്പിക്കുക. ഇങ്ങനെ ഒരു 100,000 വിധത്തിൽ സാത്താൻ നമ്മുടെ ഹൃദയങ്ങളെ വശീകരിച്ച് വൈദികരിൽ നിന്നും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൽ നിന്നും തിരുസഭാ ശുശ്രൂഷകളിൽ നിന്നും തിരുസഭ അധികാരികളിൽ നിന്നും വിശുദ്ധ കൂദാശകളിൽ നിന്നും ദേവാലയത്തിൽ നിന്നും ദേവാലയ കർമ്മങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകും. പിന്നെ പള്ളി പോകാൻ താല്പര്യമില്ലാതെയാക്കും, പിന്നെ ഉണർവോടുകൂടി ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യമില്ലാതെയാക്കും, ധ്യാനം കൂടാൻ താല്പര്യമില്ലാതെയാക്കും. ഇതിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കും. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാത്താൻ കളവിതയ്ക്കുന്ന മറ്റൊരു മേഖലയെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിറിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒരു വലിയ സംഭവം വിശദീകരിക്കുകയാണ്. മോശയും അഹറോനും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അഹറോൻ്റെ വീട്ടിൽ വരുമ്പോൾ അഹറോൻ്റെ ഭാര്യ മിറിയാമും നല്ല ആൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ആവശ്യമില്ലാത്ത കളവചനങ്ങൾ വിതയ്ക്കാൻ തുടങ്ങുകയാണ്. ആവശ്യമില്ലാത്ത പാഴ്വാക്കുകൾ വരികയാണ്. ഉള്ളിൽ സാത്താൻ വിതയ്ക്കുകയാണ്. അത് ഒരാളുടെ ഉള്ളിൽ വിതച്ചാൽ ആ ആൾ അടുത്തയാളുടെ ഉള്ളിലേക്ക് വിതയ്ക്കും. ഇത് മിറിയാമിൻ്റെ ഉള്ളിൽ സാത്താൻ ഈ പാഴ്വചനങ്ങൾ വിതച്ച്, അവിശ്വാസ വചനങ്ങൾ വിതച്ച്, മോശയ്ക്കെതിരെയുള്ള അവിശ്വാസ വചനങ്ങൾ വിതച്ച് അത് ഈ മിറിയാം അഹറോന്റെ ഉള്ളിലേക്ക് വിതച്ച്. അതാണ് 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിറിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ? ഞങ്ങളും അത്ര മോശക്കാരൊന്നുമല്ല. അപ്പോൾ ഈ അച്ഛന്മാർക്ക് എന്തത്ര പ്രത്യേകത, അല്ലെങ്കിൽ സിസ്റ്റർമാർ എന്തത്ര ഞങ്ങളിലൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട്, ഞങ്ങളത്ര അങ്ങനെ ഓരോ തരത്തിലുള്ള വികട ചിന്തകൾ സാത്താൻ വിതയ്ക്കുകയാണ്. അത് ചിലപ്പോൾ പുസ്തക രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ചില ആളുകളുടെ ഉപദേശത്തിലൂടെ ഇടർച്ച വെക്കുന്ന ഉപദേശത്തിലൂടെ ആയിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടുന്നത്. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, കർത്താവ് അത് കേട്ടു. ഇവർ രണ്ടുപേരും മോശയ്ക്കെതിരെ കർത്താവ് അത് കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ദൈവത്തിൻ്റെ ഈ സംവിധാനത്തിനെതിരെ ഇടപെടുന്നത്, സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്.
സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ലേവിയുടെ മകനായ കൊഹാത്തിൻ്റെ മകൻ ഇസ്ഹാറിൻ്റെ മകനായ കോറഹും റൂബൻ ഗോത്രത്തിലെ എലിയാബിൻ്റെ പുത്രന്മാരായ ദാത്താൻ, അബീറാം എന്നിവരും പെലേത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹറോനും എതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിരുവിട്ടു പോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിന് മീതെ നേതാക്കന്മാരായി എന്തിന് ചമയുന്നു? നോക്കുക, ഒരു പൈശാചിക പീഡ, അത് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ച കാര്യം സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ഈ കാലഘട്ടത്തിൽ നിഷ്കളങ്കരായ നമ്മുടെ ഹൃദയങ്ങളിൽ സാത്താൻ വികട ചിന്തകൾ, മല്ലടിക്കുന്ന ചിന്തകൾ, എതിർ ചിന്തകൾ, മാത്സര്യ ചിന്തകൾ വൈദികർക്കെതിരെ വിതയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെതിരെ വിതയ്ക്കുകയാണ്, ദേവാലയത്തിനെതിരെ വിതയ്ക്കുകയാണ്, വിശുദ്ധ കൂദാശകൾക്കെതിരെ വിതയ്ക്കുകയാണ്, തിരുസഭയ്ക്കെതിരെ വിതയ്ക്കുകയാണ്, മാർപ്പാപ്പയ്ക്കെതിരെ വിതയ്ക്കുകയാണ്, മെത്രാന്മാർക്കെതിരെ വിതയ്ക്കുകയാണ്. അങ്ങനെ സാത്താൻ്റെ കളകൾ നമ്മുടെ ഹൃദയത്തിൽ വളരുമ്പോൾ നാം സഭയുമായുള്ള വൈകാരിക അടുപ്പത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. കുർബാനയിൽ നിന്ന് കുമ്പസാരത്തിൽ നമ്മൾ അകന്നു പോവുകയാണ്. വൈദികരോട് മനസ്സുകൊണ്ട് അടുപ്പമില്ലാതായി മാറുകയാണ്. പുറമെ അവരുമായി ഇടപെട്ടാലും മനസ്സുകൊണ്ട് അവരോട് അടുപ്പമില്ലാതായി മാറുകയാണ്. ഇത് സാത്താൻ്റെ വലിയ ഒരു കൗശലമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. വേറൊരു വാക്യം പറഞ്ഞാൽ, യേശു അയച്ച ഒരു സിസ്റ്ററെ സ്വീകരിക്കുമ്പോൾ, യേശു അയച്ച ഒരച്ഛനെ സ്വീകരിക്കുമ്പോൾ പിതാവിനെയും പുത്രനെയും സ്വീകരിക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഞാൻ അയച്ചവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നതിൻ്റെ പിതാവിനെ സ്വീകരിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവുണ്ട്. ത്രിത്വത്തെ ആണ് ആ വ്യക്തി സ്വീകരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. കൗശലക്കാരന് സാത്താൻ ഇത് തടയാൻ ആഗ്രഹിക്കുകയാണ്. നാം ഒരു അച്ഛനെ സ്വീകരിക്കുമ്പോൾ, ഒരു അച്ഛനെ ബഹുമാനിക്കുമ്പോൾ, ഒരു സിസ്റ്ററിനെ സ്വീകരിക്കുമ്പോൾ, ഒരു സിസ്റ്ററിനെ ബഹുമാനിക്കുമ്പോൾ ത്രിത്വത്തിൻ്റെ വലിയൊരു സഹവാസം നമുക്ക് ലഭിക്കുകയാണ്. സാത്താൻ അത് ഇഷ്ടമല്ല. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. ഞാനാണ് ഇവരെ അയച്ചത് എന്ന് ദൈവവചനം ഡെഫിനറ്റായി നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നാം ഇത് വായിക്കുന്നത് ഹോസിയ പ്രവചനത്തിലാണ്. ഹോസിയയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനത്തിന് മേൽ ദർശനമരളിയതും അന്യോപദേശങ്ങൾ നൽകിയതും ഞാൻ തന്നെ. അപ്പോൾ പ്രവാചകന്മാരെ സംസാരിച്ച് അയച്ചതും ദർശനങ്ങൾ നൽകിയതും അന്യോപദേശങ്ങൾ എല്ലാം കർത്താവ് തന്നെ. ഹെബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അഹറോനെ പോലെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഇതാ ദൈവത്തിൻ്റെ അത്യുന്നത ശക്തി ഈ സമയം വ്യാപരിക്കുകയാണ്. കാലങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ സാത്താൻ ഇട്ടിട്ട് വെച്ചിട്ടുള്ള എല്ലാ കൗശലങ്ങളും, സാത്താന്യ പീഡകളും, സാത്താന്യ കൗശലങ്ങളും തകരണം. യേശുക്രിസ്തുവിന്റെ നാമം ഉയരണം, യേശുക്രിസ്തുവിന്റെ സഭ ഉയരണം, ദൈവരാജ്യം ഉയരണം. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും പീഡിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി കിടക്കുന്ന സാത്താനെയും അവന്റെ കൂട്ടാളികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവേ, യേശുവേ, പൈശാചികം തകരട്ടെ. Glory, glory, glory. യേശു നാമത്തിൽ തകരുന്നു. യേശുവേ, 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 യേശുവേ. അവിശ്വാസത്തിന്റെ അത്ഭുത ശക്തി, അവിശ്വാസത്തിന്റെ ദുരാത്മശക്തികൾ യേശു നാമത്തിൽ ചിഹ്നമെന്നമാകുന്നു. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോ
ആരാധന ആരാധന യേശുവേ 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 ആരാധന ആരാധന യേശുവിൻ നാമത്തിനാൽ യേശുവിൻ നാമത്തിനാൽ യേശുവേ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 20-ാം തിരുലിഖിതം. ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിനെ വിളിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എത്രമാത്രം യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തീഷ്ണതയോടെ യേശുവേ 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 എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നീ മാത്രമേ സഹായം യേശുവേ 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 സഹായം യേശുവേ നീ മാത്രമേ സഹായം യേശുവേ യേശുവേ നീ മാത്രമേ സഹായം. Come, Lord Jesus.